വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 10 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ഉൾപ്പെടെ 93 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്ന് മോദി ആഹ്വാനം ചെയ്തു. हम लोगों ने देश में भारत की चुनावी प्रक्रिया कैसी है, चुनावी मैनेजमेंट कैसा है और दुनिया के लोकतंत्र के लिए ये बहुत ही बड़ा सीखने योग्य एग्जाम्पल है। दुनिया की बड़ी बड़ी यूनिवर्सिटी ने केस स्टडी करना चाहिए। आज दुनिया में करीब 64 कंट्रीज में चुनाव है, उन सबका कंपैरिजन करना चाहिए। और ये वर्ष एक प्रकार से लोकतंत्र का उत्सव न सिर्फ भारत में, पूरी दुनिया में है। और भारत ने दुनिया में जो भी अच्छी चीजें हैं वो चुनावी व्यवस्था में विकसित की है। और मैं मानता हूं कि इलेक्शन कमीशन इसके लिए बहुत बहुत अभिनंदन का अधिकारी है। और यही मंथन है जो लोकतंत्र को भी मजबूत करता है और देश को भी मजबूत सरकार देता है। तो मैं इसमें योगदान देने वाले एक लोकतंत्र के महायज्ञ में जो भी जितनी आहुति दे रहा है सब अभिनंदन के अधिकारी हैं। मैं फिर से देशवासियों को यही कहता हूं कि आज गुजरात में और जहां जहां चुनाव का मतदान का दिवस है, बहुत भारी मात्रा में मतदान करें, लोकतंत्र के पर्व को मनाएं, उत्सव के रूप में मनाएं। भाई गर्मी में आप लोग दिन रात दौड़ कर रहे हैं, तो आप अपने स्वास्थ्य की भी चिंता कीजिए। और क्योंकि चुनाव के दिनों में पत्रकार साथियों को दिन रात दौड़ना पड़ता है और आज मीडिया की कंपटीशन भी इतनी है कि आपको समय से आगे दौड़ना पड़ता है। मैं तो यही प्रार्थना करूंगा आप सब पुराने साथियों को कि अपने स्वास्थ्य का जरूर ध्यान रखें। കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ശിവരാജ് സിംഗ് ചൌഹാൻ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലെ തുടങ്ങിയവരാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ER രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. രാകേഷ്, വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? എത്രത്തോളം നിർണായകമാണ് മൂന്നാം ഘട്ടം? പാർവതി, 93 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ച് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് എത്ര ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന കണക്കുകൾ ലഭ്യമായിട്ടില്ല. പക്ഷേ പലയിടത്തും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വോട്ടർമാരുടെ നീണ്ട നിര പലയിടത്തും പല ബൂത്തുകളിൽ നിന്നും ഈ ദൃശ്യം പ്രകടമാണ്. ഏതായാലും ഏറെ നിർണായകമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്. കാരണം 2019 ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 93 മണ്ഡലങ്ങളിൽ 77 വിജയിച്ചത് BJPയാണ്. പല സംസ്ഥാനങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ BJP ഒരു ഏകപക്ഷീയമായ വിജയം സ്വന്തമാക്കിയത് കാണാം. അപ്പോൾ ഒരു വലിയ മുന്നേറ്റം നടത്തണമെങ്കിൽ BJPക്ക് ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ നിലനിർത്തിയേ മതിയാകൂ. പക്ഷേ മറുവശത്ത് ഇന്ത്യ സഖ്യം എന്നൊരു മുന്നണിയായാണ് മത്സരിക്കുന്നത്. മാത്രവുമല്ല പതിവില്ലാത്ത വീറും വാശിയും പ്രതിപക്ഷ നിരക്ക് പ്രകടമാണ്. അപ്പോൾ ഇന്ത്യ സഖ്യം ഏതൊക്കെ സീറ്റുകൾ നേടും എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെ നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുമ്പാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പം എത്തിയാണ് പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്തിയത്. മാത്രമല്ല അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യ 2 ഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. അത് ഈ രാഷ്ട്രീയ പാർട്ടികളെ, എല്ലാ പാർട്ടികളെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു പ്രതികരണം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഏതായാലും ഉണ്ടായിട്ടുള്ളത്. വോട്ടർമാർ കൂടുതലായി വന്ന് വോട്ട് രേഖപ്പെടുത്തണം, ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമാകണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രചാരണത്തിന്റെ ഈ മൂന്നാം ഘട്ടത്തിലെത്തുമ്പോൾ പല വിഷയങ്ങൾ പ്രചാരണ രംഗത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അയൽ സംസ്ഥാനമായ കർണാടക അടക്കമുള്ള മേഖലകൾ, പ്രത്യേകിച്ച് കർണാടകയിൽ നിന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ഹൈദരാബാദ് കർണാടകയിലും മുംബൈ കർണാടകയിലുമാണ്. ഒരു
14 സീറ്റുകളും BJP വിജയിച്ചതാണ്. പക്ഷേ അവിടെ പ്രജ്വൽ രേവണ്ണ വിവാദം അടക്കമുള്ളവ ഈ വോട്ടെടുപ്പിനെ അല്ലെങ്കിൽ പ്രചാരണ രംഗത്ത് വലിയ സജീവമായിട്ടുണ്ട്. മാത്രമല്ല കോൺഗ്രസ് വലിയ പ്രതീക്ഷ അവിടെ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും BJP നേതാക്കൾ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റ് കുറയില്ല എന്നൊരു പ്രതീക്ഷ BJP നേതാക്കളും ഏതായാലും അവകാശപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് വോട്ടെടുപ്പ്. മാത്രമല്ല ഗുജറാത്ത് 2014-ലും 2019-ഉം ഒക്കെ BJP ക്ലീൻ സ്വീപ്പ് പ്രകടമായ സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ ഒരു തരത്തിലും ബാധിക്കില്ല, അല്ലെങ്കിൽ BJPയുടെ മുന്നേറ്റത്തെ തടയിടാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയില്ല എന്ന് ആവർത്തിക്കുകയാണ് നേതാക്കൾ. ഏതായാലും വോട്ടെടുപ്പ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപോലെ നിർണായകമാണ് ഇന്ത്യ മുന്നണിക്കും BJPക്കും മൂന്നാം ഘട്ടം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും ER രാകേഷ്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള BJP നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. 4 മണ്ഡലങ്ങളിൽ വിജയസാധ്യതയും വെച്ചു പുലർത്തുന്ന BJP 20% വോട്ട് വിഹിതം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ യോഗത്തിൽ പങ്കെടുക്കും. VV വിനോദ് വാർത്തയുടെ വിവരങ്ങൾ നൽകും. വിനോദ്, എപ്പോഴാണ് യോഗം? ഒപ്പം EP-ക്കെതിരെ ശോഭാ സുരേന്ദ്രന്റെ പരാമർശങ്ങളിൽ നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ശോഭയ്ക്കെതിരെ വിമർശനത്തിന് സാധ്യതയുണ്ടോ? 10 മണിക്കാണ് തിരുവനന്തപുരത്ത് BJP നേതൃയോഗം. ഭാരവാഹികളും അതോടൊപ്പം തന്നെ മണ്ഡലങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന നേതാക്കൾ ഇവരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു അവലോകനമാണ്. നേരത്തെ 16% വരെ വോട്ട് വിഹിതം നേടാൻ BJP കഴിഞ്ഞിരുന്നു. ഇത് 20% മുകളിലേക്ക് പോകും എന്ന കണക്കുകൂട്ടലാണ്. 4 മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കാമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. ഇതിൽ 2 മണ്ഡലം ഉറപ്പ് എന്ന നിലയിലാണ് BJP നേതാക്കളുടെ കണക്കുകൂട്ടൽ. ഏതായിരുന്നാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കും അതോടൊപ്പം തന്നെ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ, ഇതിനുള്ള പ്രാഥമിക ചർച്ചകളും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. മറ്റൊരു കാര്യം, EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളാണ്. ശോഭാ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പരാമർശങ്ങൾ. ആദ്യം K സുധാകരനാണ്, കോൺഗ്രസ് അധ്യക്ഷൻ, KPCC അധ്യക്ഷൻ ആയിരുന്ന K സുധാകരൻ. അദ്ദേഹം ഈ ഒരു വെടിപൊട്ടിക്കുന്നു. EP ജയരാജൻ BJPയിലേക്ക് പോകുന്നതിനുള്ള ചർച്ചകൾ നടത്തിയെന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലായിരുന്നു ഇത്. ശോഭാ സുരേന്ദ്രൻ ഏറ്റുപിടിക്കുകയും ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലും ശോഭയുമായിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുകയും ചെയ്യുന്നു. പിന്നീട് EP പലവട്ടം ചർച്ച നടത്തിയെന്നും പ്രകാശ് ജാവദേക്കർ അടക്കമുള്ളവർ ഇതിനെ ചുക്കാൻ പിടിച്ചുമെന്നുള്ള ചില കാര്യങ്ങൾ പുറത്തു വരികയും EP തന്നെ പ്രകാശ് ജാവദേക്കർ തന്റെ മകന്റെ വീട്ടിൽ എത്തി കണ്ടു എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇത് BJPയിൽ വലിയ നേതൃതലത്തിൽ വലിയ അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പ്രകാശ് ജാവദേക്കർ കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം കേരള പ്രഭാരിയായി എത്തിയതാണ്. അദ്ദേഹം പല നേതാക്കളുമായും ചർച്ച നടത്തുന്നുണ്ട്. CPM-ലും അതോടൊപ്പം തന്നെ കോൺഗ്രസിലും പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന, മാനസികമായി അകന്നു നിൽക്കുന്ന നേതാക്കളെ BJPയിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യം അവിടെ അനിൽ ആന്റണി, പത്മജ വേണുഗോപാൽ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ BJPയിലേക്ക് എത്തുന്നു. അതിന് പുറമെ പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ശോഭയുടെ വെളിപ്പെടുത്തലുണ്ടായത്. അതായത് ഒരു സ്ട്രാറ്റജിക് മൂവ് പൊളിച്ചു എന്ന ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ശോഭയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ BJPയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി പാർട്ടിയിലേക്ക് വരാൻ നിന്ന നേതാക്കൾ ഇതോടുകൂടി അവരുടെ നീക്കങ്ങൾ അവസാനിപ്പിച്ചു. ഇത് BJPയെ സംബന്ധിച്ച് വലിയൊരു ദൗത്യം ഇല്ലാതാകുന്നതിന് കാരണമായി എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായമുണ്ട്. പ്രകാശ് ജാവദേക്കറിനും ഇക്കാര്യത്തിൽ അനിഷ്ടമുള്ളതായാണ് വിവരം. ഏതായിരുന്നാലും ഇന്നത്തെ യോഗത്തിൽ ശോഭയുടെ പരാമർശങ്ങൾ സംബന്ധിച്ച് വിമർശനം ഉയരാനുള്ള സാധ്യതകളുണ്ട്. പാർവതി, ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള BJP നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും VV വിനോദ്. സംസ്ഥാനത്ത് പലയിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും മുടങ്ങി. പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. സംസ്ഥാനത്ത് പലയിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും മുടങ്ങി. ദിവസങ്ങളായി പ്രതിഷേധം, ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. വാർത്തകളുടെ വിവരങ്ങൾ നൽകുന്നത് PV അരുണാണ്. അരുൺ, പറഞ്ഞോളൂ.
പാർവതി, ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെയുള്ള പ്രതിഷേധം ഇന്നും CITU സമരത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് പിന്മാറിയെങ്കിലും INTUസിന്റെ പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ നിന്ന് 11 പേരാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ സമരമുള്ളതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിൽ വരുന്ന ആളുകൾ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് എത്തിയില്ല. 2 പേർ അല്ലാതെ തങ്ങളുടെ വാഹനത്തിൽ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് തയ്യാറായ 2 പേർ വന്നു. സ്വന്തം വാഹനത്തിൽ വരുന്നു. ശരി, വന്ന ഒരാൾ ഇപ്പോൾ തിരിച്ചു വരികയാണ്. അവരെ തടയാൻ സമരക്കാർ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് അവരെ കടത്തിവിടുന്നുണ്ട്. പോലീസ് സംരക്ഷണത്തിലായിരുന്നു. എന്താണ് ടെസ്റ്റ് നടന്നില്ലേ? ഡേറ്റ് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. അറിയില്ല, ഡേറ്റ് നേരത്തെ എടുത്തുകൊണ്ടായിരുന്നു. ടെസ്റ്റിന് ഇന്നാണ് ഡേറ്റ് കിടക്കുന്നത്. ഡേറ്റ് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. അപ്ലൈ ചെയ്ത് 15 വണ്ടിയില്ല. പിന്നെ ഇവിടെ വന്ന വണ്ടി കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അറിയില്ല ഇതിനെ കുറിച്ച്. ഇവിടെ ഇപ്പൊ ഇല്ലല്ലോ, വണ്ടി ഇല്ലെന്ന് പറഞ്ഞു. അവരുടെ ഡേറ്റ് ക്യാൻസൽ ആയി പോയി, ഫോണിൽ മെസ്സേജ് വരുമെന്ന് പറഞ്ഞു. ഇല്ല, അദ്ദേഹത്തിന് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. ഡേറ്റ് എന്റേത് ക്യാൻസൽ ആയി പോയി. പാർവതി, ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇന്ന് ഡേറ്റ് കിട്ടി വന്ന ഒരു യുവാവാണ് നമ്മൾ കണ്ടത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇയാളോട് അകത്ത് കയറാൻ ആവശ്യപ്പെട്ടു. സമരം നടക്കുകയാണ്, അവരോട് സഹകരിക്കുന്നു. പക്ഷേ പോലീസ് ഇദ്ദേഹത്തെയോ മറ്റോ 2 പേരെ അകത്തേക്ക് കടത്തിവിട്ടു. പോലീസ് സംരക്ഷണയിൽ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമെന്നാണ് നേരത്തെ വ്യക്തമാക്കി സർക്കാർ നിർദ്ദേശം നൽകിയത്. പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന്. അങ്ങനെയാണ് ഇവിടെ പോലീസ് എത്തി സമരത്തിനിടയിൽ 2 പേരെ അകത്തേക്ക് കടത്തിട്ടു. പക്ഷേ അവർ അകത്ത് പോയി ഇപ്പോൾ തിരിച്ചു വന്ന് പറയുന്നത് അവരുടെ ഡേറ്റ് ക്യാൻസലായി എന്നുള്ളതാണ്. അകത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള വാഹനവും ഇല്ല എന്ന് പറയപ്പെടുന്നു. 2 പേർ പോയി, ഒരാൾ പുറത്തു വന്നു. പോലീസ് സംരക്ഷണം അകത്ത് പോയെങ്കിലും ട്രസ്റ്റ് ഇല്ലാതെ ഒരാൾ പുറത്തു, ഒരാൾ കൂടി ഇപ്പോഴും അകത്തുണ്ട്. പോലീസ് സംരക്ഷണം കൊടുത്തുവെങ്കിലും അകത്ത് ചെന്നപ്പോൾ ഡേറ്റ് ക്യാൻസലായി എന്ന വിവരമാണ് അവരോട് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്താണ് ഇത് സംഭവിക്കുന്നത് വ്യക്തമല്ല. ഏതായാലും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എത്തുന്നവരോട് സമരക്കാർ സഹകരിക്കണം, ടെസ്റ്റിന് വരരുതെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അത് മറികടന്ന് പോലീസ് സംരക്ഷണ 2 പേരും അകത്തേക്ക് പോയത്. അതിലൊരാളാണ് ഇപ്പോൾ പുറത്തു വന്ന ഇത്തരത്തിൽ ഡേറ്റ് ക്യാൻസലായി എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി പറയുന്നത്. വലിയ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ടെസ്റ്റിലെത്തുന്നവരോട് സഹകരിക്കണമെന്ന് ഈ സമരക്കാർ ആവശ്യപ്പെടുന്നുമുണ്ട്. ഈ ടെസ്റ്റ് നടത്തരുത്, കൃത്യമായി ഇവരുടെ സമര കാരണങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന ഒരു ടെസ്റ്റ് അനുവദിക്കുന്ന നിലപാടാണ് സമരക്കാരുള്ളത്. INTUC ആണെന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. INTUCയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. CITയും INTUCയും ഒരുമിച്ചാണ് സമരം തുടങ്ങിയത്. എന്നാൽ CITU ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിനില്ല. ഇന്ന് 2 പേര് ഇവിടെ ടെസ്റ്റ് നടത്താൻ വന്നു. പക്ഷെ അവര് തിരിച്ചു എന്താ സംഭവിക്കുന്നില്ല? 2 പേര് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി ഇവിടെ വന്നു. അവരുടെ ലിസ്റ്റിൽ അവരുടെ പേരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കാലഹരണപ്പെട്ട ഒരു ലിസ്റ്റുമായാണ് അവർ കടന്നു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ നടത്തുന്ന ശ്രമമായി മാത്രം നമ്മൾ കണ്ടാൽ മതി. ഇത് ഈ സമരത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നാണ് പറയുന്നത്. ടെസ്റ്റാണ് പോലീസ് സംരക്ഷണം കൊടുക്കുന്നതിനൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഇത് നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ എതിർപ്പുകളും തുടരും. പോലീസ് സംരക്ഷണത്തോടെ നടത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. സംസ്ഥാനത്തെ 23 ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലും പിന്നെ പോലീസിന്റെ സംരക്ഷണത്തോടുകൂടി നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഈ CITU സമരത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടുനിൽക്കുകയാണ്. എന്താണ് CITU എടുത്തിരിക്കുന്ന നിലപാടുകൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സമരത്തോട് യോജിപ്പുമില്ല, സമരത്തോട് വിയോജിപ്പുമില്ല. ഉദ്യോഗസ്ഥന്മാർ എന്ത് നിലപാടെടുക്കുന്നു അതിനോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് CITUവിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് ഏറെ പ്രയാസകരമായ കാര്യമാണ്, അത് പ്രതിഷേധകരമായ കാര്യമാണ്. CITU ഇക്കാര്യത്തിനകത്ത് സജീവമായി മുൻനിരയിൽ വരണം എന്നാണ് ഞങ്ങൾ സംയുക്തമായി ആവശ്യപ്പെടുന്നത്. INTUCയുടെ ജില്ലാ പ്രസിഡന്റാണ് സംസാരിച്ചത്. ഇപ്പോൾ ഈ ടെസ്റ്റിൽ പങ്കെടുക്കാൻ പോയ 2ാമത്തെ ആളും പുറത്തേക്കും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കും പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടെസ്റ്റ് ഇന്ന് ഡേറ്റ് കിട്ടുകയാണെന്ന്. ഡേറ്റ് കിട്ടിയത് ലിസ്റ്റില് പേരില്ല. അതെന്താ അടുത്ത ഡേറ്റ് എടുത്തിട്ട് 2 പേരുണ്ടായിരുന്നു അകത്ത് അല്ലെ? 2 പേര് അകത്തേക്ക് പോയതാണ്. 2 പേരുടെ പേരില്ല. എന്തുണ്ടാ ഉദ്യോഗസ്ഥർ കാരണം പറയുന്നത്? അത് അവരെന്ത് ചെയ്യണം? ലിസ്റ്റിൽ
അത് കാറായിരുന്നോ ബൈക്ക് എന്ത് ടെസ്റ്റ്? കാറ് കാർ അകത്തുണ്ടായിരുന്നു. അറിയില്ല 40 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നതാണ്. പുതിയ ഡേറ്റ് കഴിഞ്ഞു, സ്ഥലത്തുണ്ടായിരുന്നില്ല, ഗൾഫിൽ ജോലി ചെയ്യുന്നു. അപ്പോ ലൈസൻസ് ക്യാൻസലായി. അത് പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ടെസ്റ്റിന് ഡേറ്റ് കൊടുത്തു. ഇപ്പൊ പറയുന്ന പേരില്ല, ലിസ്റ്റിൽ 7-5 ഡേറ്റ് തന്നു. അതൊന്നും പറയുന്നില്ല, പേരില്ല എന്ന് പറയുന്നത്. ഞാൻ ചെയ്യാൻ പറ്റില്ല. അടുത്ത ഡേറ്റ് ശശിധരൻ. ഇന്നത്തെ അറിയിപ്പുണ്ടായിരുന്നു. എന്നിട്ട് പോയല്ലേ? ഡേറ്റ് തന്നെ ഇന്നത്തെ ഡേറ്റ് 10:30 ടൈം. ഞാൻ 8 മണിക്ക് വന്നു. മാധ്യമങ്ങളൊക്കെ ഈ ടിവിയിലെ കാണാനല്ലേ സാറ് പ്രതിഷേധിക്കുന്നവരെ എനിക്കറിയില്ല, ഞാൻ ഇവിടെ നാട്ടിലല്ല. അല്ലാതെ നമ്മുടെ എനിക്ക് ടി വി കാണാൻ സമയം. ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന ആളാ, മനസ്സിലായോ? ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന ആളാ. നമ്മൾ പ്രതിഷേധം നല്ല കാര്യം, എല്ലാവരും പ്രതിഷേധം വേണം. നിങ്ങൾ എല്ലാവരും പ്രതിഷേധിക്കണം. നല്ല രീതിയിൽ ഡ്രൈവിംഗ് ഇല്ലില്ല. വരും അടുത്ത ഡേറ്റ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ന് ഡേറ്റ് കിട്ടി ടെസ്റ്റ് വന്നവരാണ്. പക്ഷേ അകത്ത് കയറുമ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്നത്തെ ഡേറ്റ് അല്ല, ഡേറ്റ് മാറി മറ്റൊരു ദിവസം ടെസ്റ്റ് എത്താൻ ആവശ്യപ്പെടുന്നത്. ഈ ടെസ്റ്റിന് എത്തുന്നവരെ പ്രതിഷേധക്കാർ തടയുന്നുമുണ്ട്, അവർ പ്രതിഷേധിക്കുന്നുമുണ്ട്. ഈ സമരം നടക്കുന്ന അറിയാതെ എന്തിനു വരുന്നു എന്ന ചോദ്യമാണ് ടെസ്റ്റിനെത്തുന്നവരോട് സമരക്കാർ ചോദിക്കുന്നത്. ഇവിടെ സ്വന്തം വാഹനങ്ങളിൽ ടെസ്റ്റിനെത്തിയവരാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടുവന്ന ആളുകളല്ല, സ്വന്തം വാഹനങ്ങളിൽ ടെസ്റ്റ് എത്തിയ 2 പേരാണ് ഇപ്പോൾ ടെസ്റ്റ് തീയതി മാറി എന്ന ഉദ്യോഗസ്ഥ അറിയിപ്പിനെ തുടർന്ന് മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്നും ടെസ്റ്റ് മുടങ്ങുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആളുകൾ, അവരുടെ ഒപ്പം വരുന്ന ആളുകൾ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ആളുകൾ ആരും ഇന്ന് ഇവിടെ ടെസ്റ്റിന് എത്തിയിട്ടില്ല. അങ്ങനെ തങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവരില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ നിലപാടെടുക്കുന്നു. പക്ഷേ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർക്ക്, സ്വന്തം വാഹനങ്ങളുള്ളവർക്ക് ടെസ്റ്റ് നടത്താം. അതിന് പോലീസ് സംരക്ഷണം നൽകണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചത്. അതിന്റെ പോലീസ് സംരക്ഷണം നൽകുകയും ചെയ്തു. അതിനെ 2 പേരെ പോലീസ് ഇവിടെ നിന്ന് അകത്തേക്ക് കടത്തിവിട്ടു. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൌണ്ടിലേക്ക് ഇവിടെ പോലീസ് കടത്തിവിടുകയും ചെയ്തു. പക്ഷേ അവർ അകത്ത് ചെല്ലുമ്പോൾ അവരുടെ ഇന്നത്തെ ടെസ്റ്റ് നടത്തേണ്ടവരുടെ ഡേറ്റ് ലിസ്റ്റിൽ ഇവരുടെ പേരില്ല. മറ്റൊരു ദിവസം വരാൻ പറഞ്ഞ് മടക്കി അയക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും തടസ്സപ്പെട്ടു. CI2 പ്രത്യക്ഷ സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും ഇവിടെ INTUC-യുടെ സമരം തുടരുകയാണ്. ഒരാളെയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൌണ്ടിലേക്ക് കടത്തിവിടുന്ന നിലപാടാണ് ഇപ്പോൾ INTUC ഉള്ളത്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് INTUC-യുടെ നീക്കം. നേതാക്കൾ ഇവിടെ അക്കാര്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിക്കില്ല നിലപാടിലാണ് INTUC ഉള്ളത്. CI2 സമരത്തിന് എതിരല്ലെന്ന് പറയുമ്പോഴും പ്രത്യക്ഷമായ സമരരംഗത്തേക്ക് വരുന്നില്ല. മന്ത്രിയുടെ വാക്കുകളിൽ അവർ ഉറപ്പിൽ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ CI2 സമരത്തിന്റെ മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുന്നു. INTUC സമരം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. പാർവതി. ശരി അരുൺ, സംസ്ഥാനത്ത് പലയിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും മുടങ്ങിയിട്ടുണ്ട്. ടെസ്റ്റിനെത്തുന്നവരെയും ഇത് സാരമായി തന്നെ വലിക്കുകയാണ്. ഈ ഉത്തരവ് ഗതാഗത പരിഷ്കരണം പൂർണ്ണമായി പിൻവലിക്കും വരെ സമരം തുടരുകയാണ്. ഇന്ന് INTUC-യാണ് മുട്ടത്തറ ഗ്രൗണ്ടിൽ സമരം നടത്തുന്നത്. സമരപ്പന്തൽ കെട്ടിയുള്ള ആണ് പ്രതിഷേധം. അതേസമയം ഈ ടെസ്റ്റിനെത്തുന്നവരും വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലാണ്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും അരുൺ. ഇപ്പോഴെന്താണ് അവിടെ നടക്കുന്നത്? ഒപ്പം പോലീസ് സംരക്ഷണയിൽ ടെസ്റ്റ് നടത്താനുള്ള നീക്കത്തിൽ ഉറച്ചു നിൽക്കുകയാണോ ഗതാഗത വകുപ്പ്? ഇപ്പോഴും ഈ ഗതാഗത വകുപ്പ് അങ്ങനെ ടെസ്റ്റ് നടത്തുമെന്ന് പറയുമ്പോഴും പോലീസ് സംരക്ഷണം നൽകിയിട്ടും 2 പേർ ഇന്ന് ഡേറ്റ് കിട്ടി ടെസ്റ്റ് വന്ന 2 പേർക്കും അവരുടെ ലിസ്റ്റിൽ പേരില്ലെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകേണ്ടി വന്നു. ആ ടെസ്റ്റിനുള്ള വാഹനങ്ങൾ ഒരാൾ കൊണ്ടുവന്നിരുന്നു, ഒരാൾ തന്റെ കാറിലാണ് വന്നത്. അദ്ദേഹത്തിന് അതിൽ ടെസ്റ്റ് നടത്താൻ തയ്യാറായിരുന്നു. പക്ഷേ മറ്റേ ആൾക്ക് ടെസ്റ്റ് നടത്താനുള്ള വാഹനവും ഗതാഗത വകുപ്പ് ലഭ്യമാക്കിയിട്ടില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമല്ല. ഏതായാലും ടെസ്റ്റ് മുടങ്ങി എന്നതാണ് വസ്തുത. സമരക്കാരുടെ വലിയ പ്രതിഷേധമുണ്ട്. ആരെയും അകത്ത് കടത്തിവിടുമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും അത് മറികടന്നുകൊണ്ട് പോലീസ് സംരക്ഷണ പോലീസിന്റെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായി പോലീസ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. പോലീസുകാർ ഈ 2 പേരെയും അകത്തേക്ക് കടത്തിവിടുകയും ചെയ്തു. പക്ഷേ അകത്തെത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നതാണ് പിന്നീട് കണ്ടത്. ഈ ടെസ്റ്റിന് വന്നവരുടെ പേര് ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തത്. അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. അവർക്ക് മറ്റൊരു ദിവസം ഡേറ്റ് നൽകാം എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഏതായാലും
ടെസ്റ്റ് ഇന്നും മുടങ്ങുന്നു. പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുമെന്ന് INTUC പ്രഖ്യാപിക്കുന്നു. ആരെയും അകത്തേക്ക് കടത്തിവിടുന്ന നിലപാടിൽ INTUC തുടരുന്നു. നമുക്ക് ഗേറ്റിൽ കാണാം പോലീസിന്റെ വലിയൊരു സന്നാഹമുണ്ട്. പോലീസ് സംരക്ഷണം നൽകണമെന്ന് സർക്കാർ നിർദ്ദേശവും നൽകിയതാണ്. ഏതായാലും അതുകൊണ്ടും ഗുണമുണ്ടായില്ല. ടെസ്റ്റിന് വന്ന രണ്ടുപേരെയും ഉദ്യോഗസ്ഥർ മടക്കി അയക്കുകയാണ് ചെയ്തത്. ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അവരെ മടക്കി അയച്ചത്. എന്നാൽ രണ്ടുപേരും ഇന്നത്തെ ദിവസം ടെസ്റ്റിന് എത്താനുള്ള അവർക്ക് മോട്ടോർ വാഹന വകുപ്പ് അനുവദിച്ചു നൽകിയ സ്ലോട്ട് ഇന്നായിരുന്നു. ആ സമയം അതിന്റെ രേഖകളുമായാണ് വന്നത്. പക്ഷേ അവർക്ക് ഇന്നും ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും മടങ്ങിപ്പോയി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം തുടരുകയാണ്. മുട്ടത്തറ ഗ്രൗണ്ടിലടക്കം ഇന്നും പ്രതിഷേധമുണ്ടായി. ടെസ്റ്റിനെത്തിയ രണ്ടുപേരെ തിരിച്ചയച്ചു. അവരുടെ പേര് ലിസ്റ്റിൽ ഇല്ല. മറ്റൊരു ഡേറ്റ് നൽകാമെന്ന് കാരണം പറഞ്ഞാണ് അവരെ തിരിച്ചയച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് VV അരുൺ. ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ങ്ങളുണ്ട് ഈ പലതരത്തിലുള്ള പ്രചരണ വിഷയങ്ങൾ കഴിഞ്ഞ 3 ഘട്ടമായി മാറി മാറി വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒന്നാം ഘട്ടത്തിലടക്കം മോദി ഗ്യാരണ്ടി ആയിരുന്നു എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ രാജസ്ഥാനിലും മറ്റും നടത്തിയ ചില പരാമർശങ്ങൾ അത് ഏറെ വിവാദമായിരുന്നു. മൂന്നാം ഘട്ടത്തിൽ വീണ്ടും അത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലം രാമക്ഷേത്ര ദർശനമടക്കം കഴിഞ്ഞാണ് നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. വോട്ടർമാരുടെ സജീവ പങ്കാളിത്തം ജനാധിപത്യത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുമെന്നാണ് നരേന്ദ്രമോദി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട തൻ്റെ പ്രസ്താവന ഇറക്കിയത്. 93 മണ്ഡലങ്ങളിലാണ് വിധിയെടുത്ത് മോദിയുടെ തട്ടകമാണ് ഗുജറാത്ത് എന്ന് നമുക്കറിയാം. അവിടെയും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഗുജറാത്തിലെ സൂറത്തിൽ എതിരില്ലാതെ BJP സ്ഥാനാർത്ഥി തെരഞ്ഞെടുത്തതും കൂടി ഈ ഘട്ടത്തിലായിരുന്നു. അവിടെയും ഇന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടാകാത്ത പശ്ചാത്തലമുണ്ട്. നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദിലെ നേരത്തെ പറഞ്ഞതുപോലെ അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം BJPക്ക് ഇന്ത്യ മുന്നണിക്ക് ഒക്കെ ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. BJPക്കും ഇന്ത്യ മുന്നണിക്കും ഏറെ നിർണായകമാണ് ഈ മൂന്നാം ഘട്ടം എന്നുള്ളത്. BJPയുടെ അപ്രമാദിത്വമുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട് എങ്കിൽ പോലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി വലിയ പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങൾ കൂടി ഇതിനോടൊപ്പം ഉണ്ട് എന്നതും ചേർത്ത് വായിക്കണം. ഏതായാലും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ കൂടി ഇവിടെയുണ്ട്. ഈ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും തെരഞ്ഞെടുപ്പിലെ ചിത്രം ഒട്ടാകെ മാറി മറിയുന്ന കാഴ്ചകൾ കൂടി നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളെന്നത് മോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. പ്രധാനമന്ത്രിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യമുണ്ട്. പ്രധാനമന്ത്രിയും അമിത്ഷായും കാൽനടയായി നടന്നെത്തിയാണ് ഈ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇരുവശത്തും കൂടുനിന്ന ആയിരക്കണക്കിന് BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും നടന്നു വന്ന് ഈ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. പ്രധാനമന്ത്രിക്ക് തൊട്ടു പിന്നാലെ അമിത്ഷായും ഇവിടെ വാർത്താരൂപത്തിലേക്ക് വീണ്ടും. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തതിനു പിന്നാലെ പോലീസിന്റെ തുടർ നീക്കം ഇന്നുണ്ടാകും. സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറിയെന്നും ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന് അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് FIRലുള്ളത്. ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. തുടർ നീക്കം എന്താകും? ഒപ്പം ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചെന്ന പോലീസ് റിപ്പോർട്ടും ഉണ്ട്. വീണ്ടും കേസെടുക്കുന്നതിൽ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്തുമോ? പാർവതി, കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ യദു നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു പരാതി കൂടി ഈ കോടതി ഇന്നലെ പരിഗണിച്ചത്. ആ പരാതിയിലും കേസെടുക്കാൻ തന്നെയായിരുന്നു, മേയർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. ആ പശ്ചാത്തലത്തിലാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി, ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെ ചുമത്തിക്കൊണ്ട് മേയർക്കും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവരെ പ്രധാനമായി ഗതാഗതം മാർഗതടസ്സം സൃഷ്ടിച്ചു തുടങ്ങി പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഈ FIRൽ പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ ആദ്യപടിയായി
സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കായിരിക്കും ആദ്യം കടക്കുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബസ്സിൽ അന്നേ ദിവസം യാത്ര ചെയ്ത ആളുകളെ തിരിച്ചറിഞ്ഞ് അവരുടെ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും ഈ കണ്ടക്ടറുടെയും കൂടി മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവിനെയും ഒപ്പമുണ്ടായിരുന്ന സഹോദരി, ഭർത്താവ് ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്യുക. അത്തരമൊരു നീക്കമായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടപടി ഏറെ വിവാദമാകുകയും മെമ്മറി കാർഡ് കാണാതാകുന്നത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ മെമ്മറി കാർഡ് കാണാതായതിന് പിന്നിൽ MLA-യുടെ സ്വാധീനമുണ്ട്, സച്ചിൻ ദേവ് MLA-യുടെ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ച് ഈ മെമ്മറി കാർഡ് നശിപ്പിക്കുകയായിരുന്നു എന്ന പരാമർശവും കൃത്യമായി FIR-ൽ പറയുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കാണ് കടക്കുന്നതെന്നാണ് കന്റോൺമെന്റ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പാർവതി. മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ തർക്കത്തിൽ MLA-യ്ക്കും മേയർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. അതിന്റെ തുടർ നടപടികളും ഇന്നുണ്ടാകും. സാക്ഷികളെ അടക്കം ചോദ്യം ചെയ്യും. വിവരങ്ങൾ നൽകിയത് ഡാൻ കുര്യൻ. വർഷങ്ങളായി കടലാക്രമണ ഭീതിയിൽ ജീവിക്കുന്നവരാണ് ആലപ്പുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് നിവാസികൾ. തീരദേശ റോഡും ജനവാസ കേന്ദ്രങ്ങളും കടലിനോട് ചേർന്ന് കിടന്നിട്ടും ആധുനിക രീതിയിലുള്ള കടൽഭിത്തി നിർമ്മാണം ഈ ഭാഗത്തുണ്ടായിട്ടില്ല. ന്യൂസ് 18 സംഘത്തോട് ജനങ്ങൾ ദുരിതം പറയുകയാണ്. ആലപ്പുഴ തൃക്കുന്നപ്പുഴ പാതയിൽ, തീരദേശ പാതയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ തന്നെ 9-ാം വാർഡിലാണ്. എല്ലാ തവണയും കടൽക്ഷോഭത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ജനങ്ങളാണുള്ളത്. കള്ളക്കടൽ പ്രതിഭാസമെന്നല്ല, ഇനി വരാൻ പോകുന്ന ജൂൺ ജൂലൈ മാസത്തിലെ മൺസൂൺ അടക്കം ഇവർ വലിയ ഭീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് കടൽഭിത്തി ഇല്ലാത്തത്. ഈ സ്ഥലം റോഡിൽ നിന്നും, അതായത് ഈ കടലും വീടുകളും തമ്മിൽ മീറ്ററുകൾ മാത്രം വ്യത്യാസമുള്ള ഒരു റോഡ് മാത്രം അതിർവരമ്പായുള്ള പ്രദേശമാണ്. ഒന്ന്, ഇവിടുത്തെ എല്ലാ പ്രാവശ്യവും കടൽക്ഷോഭത്തിൽ ഇവിടുത്തെ ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ കടൽ കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇവിടെ നിർമ്മാണ പ്രക്രിയ നടക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ വർഷങ്ങളായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോൾ, കഴിഞ്ഞ ഏപ്രിൽ 1 ഇവിടെ എത്തുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഏപ്രിൽ 6 മുമ്പ് ജിയോ ബാഗുകൾ ഇട്ട് ഈ ഭാഗം സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായാണ് അന്ന് ഇവിടെ ഇങ്ങനെ മണ്ണ് കയറുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആ വാക്കുകൾ അവർക്ക് കൊടുത്ത ഒരു ഉറപ്പ് പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് നമ്മൾ ഈ കാണുന്നത്. വീണ്ടും ഇവിടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ജനങ്ങളുണ്ട്, അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണല്ലേ? അതെ, തീർച്ചയായും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. മെനഞ്ഞാന്ന് വൈകുന്നേരം തൊട്ട് കടൽ കയറാൻ തുടങ്ങിയതാണ്. കടല് വീടുകളിലേക്ക് അടിച്ചു കയറുകയാണ്. വീടിനകത്ത് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. വയ്യാത്ത ആൾക്കാർ വരെയുള്ള വീടുകളാണ് ഇവിടെ. ഈ മൺസൂൺ വരുമ്പോ എന്തായിരിക്കും ഒരു അവസ്ഥ? കടൽക്ഷോഭം വരുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോ ജൂൺ ജൂലൈക്ക് ഇവിടെ അവസ്ഥ എന്തായിരിക്കും? അത് ഭയങ്കര ഭീകരമായ കടലാണ്. കടലാക്രമണം നമുക്കൊരു കണക്കിലും ഇവിടെ പറ്റത്തില്ല. ഈ ജൂൺ ജൂലൈ മാസത്തെ കടലിന്റെ മാസമാണ്. ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എത്ര കാലമായി ഈ കടൽ ഭിത്തി എന്നുള്ള ആവശ്യം ജനപ്രതിനിധികളുടെ മുന്നിൽ? ഒരു 30 വർഷം കൊണ്ട് അനുഭവിക്കുന്ന ദുരിതമാണ്. ഓരോരുത്തരും വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് പോകും. ഈ 30 വർഷം കൊണ്ട് പറയും, ഈ ഭരണക്കാർ മാറിയും തിരിഞ്ഞും ഭരിച്ചിട്ട് പറയും ഞങ്ങൾ ഇത് ചെയ്യാം, ഞങ്ങൾ കല്ലിടാം, ഇപ്പോഴിടാം എന്ന് പറഞ്ഞിട്ട് ഈ വാഗ്ദാനങ്ങളെല്ലാം ഞങ്ങൾ ഇത് കേൾക്കുന്നതല്ലാതെ ഇതുവരെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ടെട്രോപോഡുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം തൊട്ടടുത്തുള്ള മേഖലകളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ മാത്രമാണ് അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ലാത്തത്. ഓരോ വർഷവും നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളുടെ മെയിന്റനൻസ് അടക്കം എത്ര രൂപ ചെലവാകുന്നുണ്ട്? അല്ലെ, നമ്മളിപ്പം പുതുതായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ വീട്. അല്ലാതെ ഉള്ളവർക്ക് ഒരുപാട് നല്ലോണം പൈസയൊക്കെ ഒരുപാട് ആവുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും കടലിൽ കയറുമ്പോൾ നിർമ്മാണം വേണ്ടി വരുന്നില്ലേ പിന്നീട് താമസിക്കാൻ? ആണ് ഭിത്തിയെല്ലാം പൊട്ടിയിരിക്കുക. നമ്മുടെ ഭിത്തിയെല്ലാം പൊട്ടിയിരിക്കുക. വീടിന്റെ ഭിത്തിയെല്ലാം, മേൽക്കൂര, നമുക്ക് ഈ വീട്ടിലിരുന്നാൽ മതി. കടലടിച്ച ഈ കുലുങ്ങുന്ന പോലെ തോന്നുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ എല്ലാം അടിത്തറ ഇളകും. എന്താന്ന് വെച്ചാൽ കടലുമായിട്ട് വലിയ വ്യത്യാസമില്ലല്ലോ. നമ്മുടെ വീടും കടലുമായിട്ട് വലിയ വ്യത്യാസമില്ലല്ലോ. ഇത് കണ്ടില്ലേ, വീട് ഇതല്ലേ, ഞങ്ങളുടെയൊക്കെ വീട് ഇതാണ്. അപ്പൊ ഇത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ പ്രകടമാണ്. അതായത് റോഡുമായിട്ട് വളരെയധികം വ്യത്യാസമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ, അല്ലെ? അപ്പോൾ സ്വാഭാവികമായിട്ടും റോഡുമായിട്ട് ഒട്ടും വ്യത്യാസമില്ലാത്തൊരു സ്ഥലമാണിത്, അല്ലെ? എത്ര കാലമായിട്ട് നിങ്ങൾ ജനപ്രതിനിധികളുടെ മുന്നിൽ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്? 30 വർഷങ്ങളോളം ഇത് തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഞങ്ങള് പറയുമ്പോ അവരെല്ലാരും വന്നിട്ടെന്ന് പറഞ്ഞറിയാവോ, ഇപ്പൊ കാര്യം സാധിക്കുന്ന രീതിയിൽ അവരുടെ സംസാരം. പക്ഷെ പിന്നീട് അവർ തിരിഞ്ഞു നോക്കത്തില്ല.
ഇപ്പൊ കളക്ടർ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നായിരുന്നു. ഞങ്ങളൊരു ഓൺലൈൻ മീറ്റിംഗ് ഏപ്രിൽ 1 ഇവിടെ വലിയ പ്രതിഷേധം ഉണ്ടായി. ഏപ്രിൽ 6 നിങ്ങൾക്ക് ജിയോ ബാഗുകൾ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഏപ്രിൽ 8 തീയതി ഞങ്ങൾ അവിടെ താലൂക്ക് ഓഫീസിൽ പോയി ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു കളക്ടറുമായിട്ട്. അപ്പൊ സാറ് പറഞ്ഞു 10 ദിവസം സാറ് പറഞ്ഞത്. പക്ഷെ അവര് പറഞ്ഞു 15 ദിവസം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. ഈ 15 ദിവസത്തിനുള്ളിൽ ഇവിടെ ജിയോ ബാഗ് ഉറപ്പായിട്ടും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇവിടെ മുഴുവൻ വെള്ളം കയറി കയറിയിട്ട് നിങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല. ഈ വീട്ടുകാരും ഞങ്ങൾ ഇച്ചിരി കിഴക്കോട്ടാണ്. പക്ഷെ ഈ അയലത്ത് ഇവിടെ കിടക്കുന്നവരാരും ഉറങ്ങിയിട്ടില്ല ദിവസങ്ങളോളം. എല്ലാരും വന്ന് പോലീസ് ഓഫീസറായിട്ട് എല്ലാരും വന്ന് നല്ല നല്ല സഹായ വാഗ്ദാനങ്ങൾ ചെയ്യുന്നു. നിങ്ങളെ കബളിപ്പിക്കുകയാണോ ഈ സംവിധാനങ്ങളെല്ലാം? നിങ്ങളെ വിശ്വാസമില്ല, ആരെയും വിശ്വാസമില്ല. ഒരു ഞാൻ ചോദിക്കുമായിരുന്നു, ഇവിടെ ഈ പ്രദേശത്തെ ഓരോ കടൽക്ഷോഭത്തിനും ഓരോ കടൽ കയറ്റത്തിനും കുറഞ്ഞത് എത്ര രൂപ വെച്ച് ഓരോ വീട്ടുകാർക്കും ചെലവാകുന്നുണ്ട്? വീടുകൾക്ക് നഷ്ടം. ഞങ്ങളിതൊരു പീലിംഗ് ഷെഡ് നടത്തുന്നവരാ. ഞങ്ങൾ വർഷത്തിൽ ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഇതിന് വേണ്ടി ചെലവാകുന്നു. പക്ഷെ ഞങ്ങൾക്കത് ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾക്ക് അത് സമ്പാദിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ ഇരട്ടി ഞങ്ങളിത് ചെയ്തോണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഷെഡ് ഇപ്പോഴും പകുതി പോയി കിടക്കും. ഞങ്ങളിപ്പോ ഇവിടെ ചെയ്യാൻ പറ്റായിട്ട് കിഴക്കുവശം ഒരു വാടകയ്ക്ക് ഒരു ഷെഡ് എടുത്ത് ജോലിയായി. ഇപ്പൊ ജോലി സ്ഥലത്ത് നിന്ന് വരും. നിങ്ങളുടെ ഉപജീവന മാർഗവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് ഇദ്ദേഹത്തിന് എല്ലാ വർഷവും 2 ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിന് ഉണ്ടാവും. എത്ര തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് നഷ്ടപ്പെട്ടത്? തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ എല്ലാ വർഷവും 1 ലക്ഷം രൂപയുടെ നഷ്ടം ഞങ്ങൾക്ക് ഉണ്ടാകും. ഉണ്ടാകും, വീണ്ടും കടൽക്ഷോഭം ഉണ്ടാകും. വീണ്ടും ഇപ്പൊ അല്ല ചേട്ടാ, ഈ 70 തൊഴിലാളികളുമായിട്ടുള്ള ആ ഷെഡ് ഇപ്പൊ പ്രവർത്തനരഹിതമാണ്. പിന്നെ ഇപ്പൊ എന്താ തൊഴിലാളികളെ ഇനി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയോ? എന്താ അവരുടെ അവസ്ഥ? തൊഴിലാളികൾ പോകത്തില്ല, ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഉണ്ട്. സാധനം റെഡിയാക്കാനൊക്കത്തില്ല, അതല്ലേ മൊത്തം കടൽ കയറി പോയിരിക്കുകയാണ്. നിങ്ങളുടെ ജനപ്രതിനിധികളോട് വന്നപ്പോ ഇത് പറഞ്ഞിരുന്നോ? കഴിഞ്ഞ മാസം ഇതുപോലെ പ്രശ്നമുണ്ടായി. ഞങ്ങളിവിടെ വഴിതടായി വലിയ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ആരും അതിന്റെ പ്രതി 1 മാസത്തിനുള്ളിൽ അതിനുശേഷമാണോ ഇത് തകർന്നത്? അതെ, ഇപ്പോഴത്തെ അത് അന്ന് തകർന്നു. അത് അന്ന് പൈസ മുടക്കി അതില്ല ശരിയാക്കി വീണ്ടും തൊഴിൽ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പുറത്ത് നിൽക്കുന്നവരെ ഞങ്ങൾ ആക്ഷേപിക്കുക. നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് എന്തുണ്ടായി? അതാണ് അവരുടെ ചോദ്യം. അപ്പൊ ശരിയല്ലേ? അതുകൊണ്ട് ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നതേ ഇല്ല. ഈ അടുത്ത വരാൻ പോകുന്ന കാലവർഷം വലിയ ഭീതിയല്ലേ ഉണ്ടാക്കും? ഭയങ്കരമായ ഭീതിയാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഇനിയും പൈസ മുടക്കി ഞങ്ങൾ ഈ ഷെഡ് ഞങ്ങൾക്ക് ശരിയാക്കാൻ പറ്റത്തില്ല. കാര്യം വീണ്ടും ഇതൊക്കെ തന്നെയല്ലേ. എത്ര വീടുകളുണ്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത്? എത്ര വീടുകളുണ്ട് കടൽഭിത്തിയില്ലാത്ത? കടൽഭിത്തിയില്ലാത്ത ഇവിടെ 500 വീട് മേലോട്ടൊക്കെ ഇതിന്റെ പോവുക. ഈ കടലങ്ങ് കയറി പോവുക. ഈ ഒരു ഭാഗം മാത്രം എടുത്ത് നോക്കിയാൽ 500 മേളിൽ വരും വീടുകളുണ്ട്. പിന്നെ ഇത്രയും ഈ കഴിഞ്ഞ ഇലക്ഷന് 4 ദിവസം മുമ്പ് ഇതുപോലെ ഒരു കടലേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതുപോലെ വീട് വെച്ച് ഇവരെല്ലാവരും തടഞ്ഞപ്പോഴത്തേക്ക് ഇവരെ കളിയാക്കുക മാത്രമല്ലേ, ഇവിടെ കളക്ടർ മുതൽ താഴോട്ടുള്ള ഒരു ഉറപ്പ് കൊടുത്ത ഈ ഇലക്ഷൻ വോട്ട് തീരുന്നാൽ ഉടനെ ഇവിടെ മണ്ണും ചാക്കും അടിക്കേട്ട് ആദ്യത്തെ. ഇതിന്റെ ഒരു ശാശ്വത പരിഹാരം എന്താണ്? ഈ കടൽഭിത്തി പരിഹാരം എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇടുന്ന പോലെ മുട്ടുകൾ ഇട്ടിട്ട് ഈ കല്ല് ഈ സീവാള എന്ന് പറയുന്ന ഒരു 10-25-30 വർഷത്തിന് മുമ്പ് ഇട്ട സീവാള ഈ 25 വർഷം കൊണ്ട് താഴോട്ട് പോയ സീവാള. പുതിയ നിർമ്മാണം വന്നപ്പോ ഒരു നിർമ്മാണം ഇവിടെ നടന്നിട്ടില്ല അല്ലേ? ഈ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് നടന്നിട്ടൊന്നുമില്ല. ആറാട്ടുപുഴ പഞ്ചായത്തിലാണ് ഇപ്പൊ കൂടുതൽ നടന്നിട്ടുള്ളത്. ഇപ്പൊ ശാശ്വതമായിട്ട് നടന്നിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ചെല്ലാനമാണ്. ചെല്ലാനം എടുത്ത് നോക്കിയാൽ ഈ ഗവൺമെന്റും ഏത് ഗവൺമെന്റ് വെച്ച് നോക്കിയാൽ ശാശ്വതമായ ഒരു പരിഹാരമുണ്ട്. കഴിഞ്ഞ വർഷം വരെ ജനങ്ങൾ ഇറങ്ങിക്കിടന്നൊരു തെരുവാണ്. ഇന്ന് അവിടെ ഒരു പെണ്ണ് ഇറങ്ങിയിട്ടില്ല ഈ കടലിൽ വന്നിട്ട്. അതേപോലെ ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ ഇവിടുന്ന് ആരും ഇറങ്ങിപ്പോട്ടില്ല. പലരുടെയും ഉപജീവന മാർഗത്തെ ഈ കടലാക്രമണം വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പിന്നിൽ കാണുന്ന പീലിംഗ് ഷെഡിലെ തൊഴിലാളികളാണ്. പീലിംഗ് ഷെഡ് ഉടമയാണ് അദ്ദേഹം, അനിരുദ്ധൻ. തൊഴിലാളികളും ഒക്കെ ഉണ്ട്. അവര് കഴിഞ്ഞ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഇവിടെ നിർമ്മാണ പ്രക്രിയ നടത്തി കഴിഞ്ഞ ദിവസം വീണ്ടും പണി ആരംഭിച്ചതേ ഉള്ളൂ. അതോടുകൂടി ഇപ്പൊ ഇന്നലെ നല്ല തോതിൽ വെള്ളം കയറുകയും ഷെഡ് തകരുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ദുരിതമാണ് അല്ലേ നിങ്ങൾക്ക് തീരദേശം അനുഭവിക്കുന്നത്? പിന്നെ ഞങ്ങൾ എത്ര പേര് ജോലി ചെയ്യുന്ന സ്ഥാപനമെന്നറിയാം. ഇങ്ങനെ വന്ന് ഇങ്ങനെ എപ്പോഴും ഈ കടൽ കയറി ഇത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുമോ? ഞങ്ങളിപ്പോ ഇനി എത്ര നാള് ജോലി ഇല്ലാതിരിക്കണമെന്നറിയാം. ഇതിന് എന്തെങ്കിലും ഈ സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടേ ഒക്കത്തുള്ളൂ. ഈ ജൂൺ ജൂലൈ മാസത്തിലേക്ക് നിങ്ങളുടെ ഈ ജോലി എങ്ങനെ നടക്കും? ഇവിടെ ഭയങ്കര രൂക്ഷമല്ലേ കടൽ? ഇല്ല, പണിക്ക് പോകാനോ പറ്റത്തില്ല ഞങ്ങൾക്ക് ഈ കടൽക്ഷോഭ കാരണം. ഈ കടൽഭിത്തി നിർമ്മിക്കണമെന്ന് പറഞ്ഞിട്ടും തൊട്ടടുത്ത് വരെ ടെട്രോപോഡുകൾ എത്തിയിട്ടുണ്ടല്ലോ. പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഇവിടെ കോൺട്രാക്ട് പിടിക്കാൻ ആളില്ലെന്ന് പറഞ്ഞാൽ അവർ പറയുന്നു. അതാണ് ഉദ്യോഗസ്ഥർ ഞങ്ങൾ പറയുന്നു ഇവിടെ കോൺട്രാക്ട് പിടിക്കാൻ ആളില്ല. പക്ഷെ പെട്രോപോഡ് നമ്മുടെ അടുത്ത് തന്നെ കിടപ്പുണ്ട് ഒരുപാട്. പക്ഷെ അത് വന്ന് ഞങ്ങളെ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞു ഒരു 30 വന്ന് ഞങ്ങളുടെ അടുത്ത് ഷെഡിലേക്ക് കൊണ്ട്. പിന്നെ അത് പറഞ്ഞു, പക്ഷെ അവരത് മുൻകൈ എടുത്തില്ല. ഇനിയിപ്പോ വരാൻ പോകുന്ന കാലവർഷമാണല്ലോ എല്ലാവരുടെയും മനസ്സിലുള്ള ആശയം. ഞങ്ങൾക്ക് പേടിയാതാണ്. കാരണം ഇത് എങ്ങനെ കിടന്നുറങ്ങും എന്നുള്ള ഉദ്ദേശമാണ്. ഇനി ജൂൺ ജൂലൈയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ അല്ലേ? അതെ, ഇനി ഇതിൽ വലിയ ശക്തി വരത്തുള്ളത്.
അതാണ് ജനങ്ങൾ പറയുന്നത്. അതായത് റോഡുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ജനവാസ മേഖലയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ഈ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത്. അതിൽ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന 9ാം വാർഡ് അടക്കമുള്ള പ്രദേശങ്ങൾ 30 വർഷത്തിന് മേളിലായി നിർമ്മാണ പ്രവൃത്തികൾ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ പങ്കുവെക്കുന്ന അവരുടെ ആശങ്കയും വളരെ വളരെ യാഥാർത്ഥ്യവുമാണ് അവർ പങ്കുവെക്കുന്നത് നമ്മളോട്. എന്തായാലും ഈ സംഭവത്തിനകത്ത് വരുന്ന ജനപ്രതിനിധികളോട് ആവർത്തിച്ച് ഇത്തരത്തിൽ, കാരണം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അടിയന്തരമായി നിർമ്മാണം വേണ്ട ഒരു സ്ഥലമായിരുന്നു, ആദ്യഘട്ട പരിഗണന കൊടുക്കേണ്ട ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ തീരദേശ റോഡിനോട് ചേർന്നുള്ള ഈ വീടുകളും ഒപ്പം തന്നെ ഈ തീരദേശ പാതയും അടങ്ങുന്ന തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ ഭാഗങ്ങൾ. എന്തായാലും അവിടെ ഒരു നിർമ്മാണ പ്രവൃത്തി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വരാൻ പോകുന്ന കാലവർഷം വളരെ ഭീതിതമായിരിക്കുമെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഇത്രയും അധികം ആശങ്കയുമായി നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ആ ആശങ്ക ശരിവെക്കുന്നതാണ് ഓരോ ദിവസവും തൃക്കുന്നപ്പുഴയുടെ തീരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കന്യാകുമാരി തീരദേശ മേഖലയിൽ കനത്ത ജാഗ്രത. റെഡ് അലർട്ട് തുടരുകയാണ്. ഇന്നലെ കടലിൽ മുങ്ങി മരിച്ച 5 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വിവരങ്ങളുമായി സജയ് കുമാറാണ് ചേരുന്നത്. സജയൻ, തീരത്തെ അവസ്ഥ എങ്ങനെയാണ്? ഒപ്പം ജാഗ്രതാ നിർദ്ദേശം അവഗണിച്ചതാണോ ഈ 5 പേരുടെ മരണത്തിനിടയാക്കിയത്? ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം എപ്പോഴാണ്? അതെ, തീർച്ചയായും കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ കള്ളക്കടൽ പ്രതിഭാസം ജില്ലാ ഭരണകൂടത്തിന്റെ, അതായത് ജില്ലാ കളക്ടർ വ്യക്തമായ നിർദ്ദേശം 2 ദിവസങ്ങൾക്ക് മുമ്പ് ജനങ്ങൾക്ക് നൽകിയിരുന്നു. കന്യാകുമാരി തീരദേശ മേഖലകൾ, പ്രത്യേകിച്ചും വിനോദസഞ്ചാര മേഖലയായ കന്യാകുമാരി ബീച്ച്, അതേപോലുള്ള പ്രധാനപ്പെട്ട ബീച്ചുകളിൽ വിനോദസഞ്ചാരികൾ ആരും തന്നെ ഇറങ്ങരുത്, അത് മത്സ്യബന്ധനത്തിൽ പോരുന്ന വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിട്ടും അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ വിനോദസഞ്ചാരികളും ജനങ്ങളും ഒക്കെ ഈ കടലോര പ്രദേശങ്ങൾ കടൽക്കരയിൽ എത്തുകയും ഇതിനെ തുടർന്നാണ് ഈ വിലക്ക് ലംഘിച്ച് അവിടെ ചെന്നതിനാലാണ് 8 മരണം 2 ദിവസങ്ങളുണ്ടായത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ, തിരുച്ചിയിൽ നിന്നും SRM കോളേജിലെ വിദ്യാർത്ഥികൾ 8 പേർ മെഡിക്കൽ വിദ്യാർത്ഥികൾ, അവസാന വർഷ വിദ്യാർത്ഥികളാണ്. ഇവർ ഇന്നലെ ലെമൂർ ബീച്ചിൽ ഈ നിരോധനം ലംഘിച്ചുകൊണ്ട് ബീച്ചിൽ ഇറങ്ങി 8 പേരെയും കടൽ അലകളിൽ അവർ മുങ്ങുകയും തുടർന്ന് ആ 8 പേരെയും മത്സ്യബന്ധന തൊഴിലാളികൾ അവിടെ നിന്ന് കരയ്ക്കെടുത്തെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെടുകയുണ്ടായി. 3 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇന്നലെ ജില്ലാ കളക്ടർ ശ്രീധർ ചികിത്സയിൽ കഴിയുന്നവരെ മെഡിക്കൽ കോളേജ്, ആശാരിപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെന്ന് കാണുകയും തുടർന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇത്രയും വിലക്ക് ലംഘിച്ച് ജനങ്ങൾ വന്ന് കടൽക്കരകളിൽ ചെന്നതിനാണ് ഇതുപോലുള്ള ദുരന്തം സംഭവിച്ചത്. തുടർന്നും ഇന്നും റെഡ് അലർട്ട് പിൻവലിച്ചിട്ടില്ല. ജനങ്ങളാരും തന്നെ കടൽക്കരയിൽ ചെല്ലരുത്, പൂർണ്ണമായും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ ജില്ലാ SP-യുടെ നേതൃത്വത്തിൽ, സുന്ദരത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹം കടലോര മേഖലകളെ തീവ്രമായി വീക്ഷിക്കുന്നുണ്ട്. അതേപോലെ കോസ്റ്റ് ഗാർഡും കടലോര മേഖലകളിൽ വന്ന് തീവ്രമായി വീക്ഷണം നടത്തുന്നുണ്ട്. ഇന്ന് ആരും തന്നെ കടൽക്കരയിലേക്ക് ചെല്ലരുതെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. 5 വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധുക്കൾക്ക് നൽകാനുള്ള നടപടിക്രമങ്ങളും നടന്നുവരുന്നു. ശരി. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കന്യാകുമാരി തീരമേഖലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് സജയ് കുമാർ. ഒരിടവേള കൂടി. അക്ഷയതൃതീയനാളാണ് മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യം അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും മോദിയുടെ തട്ടകമായ ഗുജറാത്തിലും ഇന്ന് പോളിംഗ് നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ, അതായത് സൂറത്തിൽ നമുക്കറിയാം, അവിടെ ഒരു സ്ഥാനാർത്ഥി വോട്ടെടുപ്പ് ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പുണ്ട്. 25 കർണാടകയിലെ 14 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പുണ്ട്. 26-ൽ ഒരു സ്ഥലത്ത് എതിരില്ലാതെ BJP സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് 25-ലേക്ക് അത് ചുരുങ്ങുന്നു. കർണാടകയിലെ 14 സ്ഥലങ്ങളിൽ വോട്ടെടുപ്പുണ്ട്. മഹാരാഷ്ട്രയിൽ 11 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പുണ്ട്. UP-യിൽ 10 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പുണ്ട്. മധ്യപ്രദേശിൽ 9 മണ്ഡലങ്ങളിൽ, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, ബംഗാളിലെ 4, അസമിലെ 4, ഗോവയിലെ 4, ഒപ്പം ദമൻ ദിയു, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ 2
മണ്ഡലങ്ങളിൽ കൂടി ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അതായത് BJPക്ക് ഒപ്പം ഇന്ത്യ മുന്നണിക്ക് ഒക്കെ ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ തന്നെയാണിത്. മഹാരാഷ്ട്രയിലടക്കം കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്ന പശ്ചാത്തലമുണ്ട്. ബീഹാറിൽ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമുണ്ട്. ബംഗാളിൽ 4 സീറ്റുകളിൽ പ്രധാനപ്പെട്ട മത്സരങ്ങളുണ്ട്. അങ്ങനെ ആ തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ. കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ അറസ്റ്റിലായ മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് ഗുണ്ടാതലവൻ പെരുമ്പാവൂർ അനസിന്റെ തോക്ക്. തനിക്ക് തോക്ക് നൽകിയത് പെരുമ്പാവൂർ അനസാണെന്നും 3 വർഷമായി തോക്ക് കൈവശമുണ്ടെന്നും റിയാസ് മൊഴി നൽകി. തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഫോറൻസിക് പരിശോധന നടത്തും. ആലുവ പോലീസ് അറസ്റ്റ് ചെയ്ത റിയാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ടോം കുര്യാക്കോസ് ഉണ്ട്. ടോം, ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടിയാണ് ATS എടുക്കുന്നത്. ഇന്നലെ 4 തോക്ക് പിടിച്ചെടുത്തിരുന്നു. ഇത് 4ഉം അനസിന്റേതെന്ന് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? പാർവതി, കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് കൊച്ചിയിലെ പ്രധാന ഗുണ്ടാ തലവനായ പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളി മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് 4 തോക്കുകളും 9 ലക്ഷം രൂപയും പിടിച്ചെടുത്തത്. അതായത് പെരുമ്പാവൂർ അനസുമായി ബന്ധമുള്ളവരെ വീടുകളിലായിരുന്നു ഇന്നലെ റെയ്ഡ് നടന്നത്. റിയാസിനെ കൂടാതെ ഷാജി പാപ്പാൻ എന്ന് വിളിക്കുന്ന ഷാജി, അതോടൊപ്പം കൊച്ചി ബ്യൂട്ടി പാർക്ക് പ്രതിയായിട്ടുള്ള അൽത്താഫ്, മറ്റൊരു വിശ്വസ്തൻ, ഇത് കൂടാതെ കൽപ്പറ്റ, വയനാട് കൽപ്പറ്റയിൽ റിസോർട്ടിൽ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു റെയ്ഡ്. ഇവിടെ നിന്നും റിയാസിന്റെ വീട്ടിൽ നിന്ന് 4 തോക്കുകളും 9 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. ചില വെടിയുണ്ടകളും പിടിച്ചെടുത്തു എന്ന ചില വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഇന്നലെ തന്നെ റിയാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിശദമായ ചോദ്യം ചെയ്യലാണ് റിയാസ് പിടിച്ചെടുത്ത തോക്കുകൾ കുപ്രസിദ്ധ ഗുണ്ട പെരുമ്പാവൂർ അനസിന്റേതെന്ന് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കാരണം ഈ പണത്തിന്റെ ഉറവിടം കണ്ടെത്തണം. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യണം. പ്രധാനമായും അടുത്ത നീക്കം അൽത്താഫിലേക്കാണ്. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ പ്രതികളിൽ ഒരാളാണ് അൽത്താഫ്. അൽത്താഫിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു, പിന്നീട് വിട്ടയച്ചു. എന്തായാലും അതിവേഗത്തിലുള്ള നീക്കങ്ങളാണ് ATSന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ന്യൂസ് 18 ഇത് സംബന്ധിച്ചുള്ള ഈ പെരുമ്പാവൂർ അനസും അതോടൊപ്പം കൊച്ചി അധോലോകവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, തെളിവുകളടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ ചുവട് പിടിച്ചാണ് ATSും പോലീസും കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിലെ ഇന്നലെ റെയ്ഡ് നടത്തിയത്. പാർവതി, ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ശക്തമായ നടപടിയാണ് ATS സ്വീകരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ടോം കുര്യാക്കോസ്. പാലക്കാട് കഞ്ചിക്കോട് ട്രെയിൻ തട്ടി കാട്ടാന ചെരിഞ്ഞു. 12 മണിയോടെ ചെന്നൈ മെയിലാണ് ആനയെ ഇടിച്ചത്. ലോക്കോ പൈലറ്റിനെതിരെ വനം വകുപ്പ് കേസെടുത്തു. വിനേഷ്, വിവരങ്ങൾ. പാർവതി, അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് ചെന്നൈ തിരുവനന്തപുരം മെയിലിടിച്ച് കഞ്ചിക്കോടിന് സമീപം വെച്ച് ഒറ്റയാൻ ചെരിഞ്ഞത്. ഇടിച്ച ശേഷം ഇതൊരു കുഴിയിലേക്ക്, ഈ ആന ഒരു കുഴിയിലേക്ക് വീഴുകയായിരുന്നു. അവിടെ സമയം കിടന്നു. ഇതിന് സംഭവം അറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനയെ ശുശ്രൂഷ ആരംഭിച്ചെങ്കിലും ആന ചരിയുകയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക്, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് തന്നെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നിരവധി ആനകൾ, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏകദേശം 20ഓളം ആനകൾ ഇവിടെ ചരിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ കണക്ക്. കാരണം എലിഫന്റ് പ്രൊജക്ട് എലിഫന്റ് ഏരിയയിൽ വരുന്ന എലിഫന്റ് കോറിഡോറുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഭാഗം. അതായത് കോയമ്പത്തൂരിനും പാലക്കാടിനും ഇടയ്ക്ക് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ സഞ്ചരിക്കുന്ന വഴികളിൽ ഒന്നായിട്ട് കണക്കൂട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായും ഇവിടെയാണിപ്പോൾ കാട്ടാന ചരിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഉടൻ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തതാണ്. എന്നാൽ അമിത വേഗതയിലാണ് ട്രെയിൻ ഈ സമയം സഞ്ചരിച്ച് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്കോ പൈലറ്റിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. മുമ്പും ഇതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഇതുപോലെ തന്നെ ഇവിടെ ആന ചെരിഞ്ഞിരുന്നു. പക്ഷേ അത് ഗുഡ്സ് ട്രെയിൻ കണ്ട് ആന ഓടിയ സമയത്ത് ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ ശേഷം ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നായിരുന്നു ആ ആന ചെരിഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോവും എന്നാണിപ്പോൾ വനം വകുപ്പ് അധികൃതർ പറയുന്നത്. 12 മണിക്ക് അമിത വേഗതയിലായി. സാധാരണ നമുക്കറിയാം രാത്രി സമയങ്ങളിൽ ട്രെയിനുകൾ വലിയ അമിത വേഗതയിലായിരിക്കും. പാലക്കാട് കഴിഞ്ഞാൽ മിക്കവാറും എക്സ്പ്രസ് ട്രെയിനുകളെല്ലാം തന്നെ കോയമ്പത്തൂരാണ് നിർത്തുക. ഈ കഞ്ചിക്കോടിനും വാളയാറിനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ
ആനകൾ സഞ്ചരിക്കുന്ന ആനകളുടെ സഞ്ചാര വഴികൾ, ആനത്താരകൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെയാണ് ഈ ഇത്തരത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നത്. അതായത് കാട്ടാന മാത്രമല്ല, മറ്റുള്ള വന്യജീവികളെല്ലാം തന്നെ ഇവിടെ ട്രെയിൻ ഇടിച്ച് ചരിയുന്നത് പതിവ് സംഭവമാണ്. ഇവിടെ സ്പീഡ് കുറയ്ക്കണം, ഇതുവഴി ട്രെയിൻ പോകുമ്പോൾ സ്പീഡ് കുറയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശം വനം വകുപ്പ് വെച്ചിരുന്നു. എന്നാൽ ഇത് പാലിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് വനം വകുപ്പ് പറയുന്നത്. ഒപ്പം വിനേഷ്, പാലക്കാട് കടുത്ത ചൂട് തന്നെയാണല്ലോ, വേനൽ മഴയ്ക്ക് സാധ്യത ഉണ്ടോ? പാർവതി, കടുത്ത ചൂട് തന്നെയാണ് പാലക്കാട് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി മഴക്കാറുണ്ട്, കാർമേഘങ്ങൾ ഉണ്ട്, മേഘാവൃതമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചൂട്, ചെറിയൊരു കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും രാത്രി സമയങ്ങളിലെല്ലാം തന്നെ 30 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട്ടെ ചൂട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും നിയന്ത്രണങ്ങൾ നാളെ വരെ നീട്ടിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഓൺലൈൻ വഴി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ രാവിലെ 11-നും വൈകിട്ട് 3-നും ഇടയിൽ ആളുകൾ പുറം ജോലി ചെയ്യുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യരുത് എന്നാണ്. അത്തരത്തിൽ ജോലി തുടർന്നാൽ തൊഴിലുടമയ്ക്കെതിരെ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകേണ്ടി വരും എന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തായാലും ശുദ്ധജലക്ഷാമവും ഇതിനോടൊപ്പം തന്നെ രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട്. ടാങ്കറിൽ വെള്ളം എത്തിച്ചാണ് ഇപ്പോൾ പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളമെത്തുന്നത്. ഡാമുകളെല്ലാം തന്നെ വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആകെ പാലക്കാട് മാത്രമാണ്. തമിഴ്നാട് അപ്പർ ഭവാനി അണക്കെട്ട് തുറന്നതിനെ തുടർന്ന് തമിഴ്നാട് അട്ടപ്പാടിയിലെ പുതൂർ, അഗളി പഞ്ചായത്തുകളിൽ പക്ഷേ ജലക്ഷാമമില്ല. ഇപ്പോൾ കാർഷിക മേഖലയിൽ എല്ലാം തന്നെ ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട്. സെക്കൻഡിൽ 1000 ഘനയടി ജലമാണ് ഇവിടെ തുറന്നിട്ടുള്ളത്. എന്തായാലും പുതൂരിലെ ഈ പില്ലൂർ ഡാമിലേക്കുള്ള വെള്ളമാണ് തമിഴ്നാട് തുറന്നത്. എന്നാൽ മറ്റുള്ള ഡാമുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ശക്തമായ മഴ വരും ദിവസങ്ങളിൽ ഉണ്ടായില്ലെങ്കിൽ പാലക്കാട്ടെ ജീവിതം കൂടുതൽ ദുസ്സഹമാവും. ശരി വിനീഷ്, കടുത്ത ഉഷ്ണത്തിൽ വലയുകയാണ് പാലക്കാട്ടെ ജനങ്ങൾ. രാത്രി വീട്ടകങ്ങളിൽ ചൂട് സഹിക്കാനാകാതെ പാതിരാവോളം പുറത്തു കഴിയുന്നവരാണ് സാധാരണക്കാരിൽ നല്ലൊരു പങ്കും. വൈദ്യുതി നിയന്ത്രണം ഇവിടത്തുകാരുടെ ദുരിതം ഇരട്ടിയാക്കിയിട്ടുണ്ട്. പാലക്കാട് ജൈനിമേഡിൽ നിന്നുള്ള കാഴ്ചകൾ കൂടി കാണാം. രാത്രിയിൽ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട്ടെ താപനില. ബെഡും തലയിണയും വിയർപ്പിൽ കുതിരുന്ന അവസ്ഥ. കുറച്ചെങ്കിലും ആശ്വാസം ലഭിക്കുന്നത് വീടിന് പുറത്തു കഴിയുമ്പോൾ. കാറ്റും കൊണ്ട് പാതിരാവോളം പുറത്തിരിക്കും. ചിലർ അവിടെ കിടന്നുറങ്ങും. മറ്റു ചിലർ പാതിരയാകുമ്പോൾ വീടിനകത്ത് കയറും. ചൂട് സഹിക്കാൻ വയ്യാണ്ട് കറങ്ങി കറങ്ങി ഫാനിൽ നിന്ന് ചൂട് പ്രവഹിക്കുന്ന അവസ്ഥ. രാത്രിക്ക് ഭയങ്കര ചൂട് തന്നെ. അതുപോലെ കുട്ടിനെ പുറത്തു കൂടെ ഒക്കെ എടുത്തിട്ട് തന്നെ നടക്കുക ചൂട് കാരണം കൊണ്ട്. ഉറക്കൊക്കെ കമ്മി തന്നെയാണ്. കരയോ ഒന്നുറങ്ങി നീറ്റാലൊക്കെ. കറണ്ട് ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. പോയത് കുറേ നേരം കഴിഞ്ഞിട്ട് വരികയും ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ വീശി കൊടുക്കും. വീശറി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വീശി കൊടുക്കും. ചൂട് സഹിക്കാൻ വയ്യ. മേലൊക്കെ അരച്ചിറങ്ങും ചൊറി ഒക്കെ നിറഞ്ഞിരിക്കുന്നു. ഇതാ ഇങ്ങനെ നടക്കുക തന്നെ, കടന്നുറങ്ങുക തന്നെ. വൈദ്യുതി നിയന്ത്രണം ഇവിടുത്തുകാരുടെ ജീവിതത്തിൽ ഇരട്ടി പ്രഹരമായിരുന്നു. എയർ കണ്ടീഷനും ഇൻവെർട്ടറും ഒക്കെയുള്ളവർക്ക് മാത്രം അന്തിയുറങ്ങാൻ കഴിയുന്ന ഗുരുതരമായ സ്ഥിതി. കുടുസുമുറികളിൽ ഫാനിനെ മാത്രം ആശ്രയിക്കുന്നവർക്ക് ദുരിതം തന്നെ ജീവിതം. വീട്ടിനുള്ളിൽ തീരെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴും പുറത്ത് വന്ന് ഇങ്ങനെ കുറച്ച് മേലെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ക്ഷീണം വരുമ്പോൾ ഉറക്കം വരുന്ന സമയത്ത് വീട്ടിൽ പോയി ഒന്ന് കിടക്കും. വീണ്ടും ശരീരം പൊള്ളുമ്പോൾ എണിക്കും. കുറച്ച് വെള്ളം ശരീരത്തിൽ കൂടെ ഒഴിക്കും. ഇങ്ങനെ കുറച്ച് കുളിച്ചൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുണ്ട്. ചൂട് ഒരുപാടാണ്. ഉറക്കമല്ല രാത്രി.
ഫാനിടാൻ പറ്റില്ല. ഫാനിടുമ്പോൾ ചൂട് വയറ് മുഴുവൻ ആ തൊടിയിൽ മരത്തിലോട്ട് പോയി കുട്ടികളെ രാത്രി പോകാൻ പറ്റില്ല. ഇടമഴ ലഭിക്കുന്നതുവരെ പാലക്കാടൻ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. ക്യാമറാമാൻ രജിത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴിഞ്ഞ ദിവസം പുതുതായി രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ പരാതിക്കാരനായ മലപ്പുറം സ്വദേശി ഹനീഫ ആലപ്പുഴയിലെത്തി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഒപ്പം തെളിവായി താൻ പകർത്തിയ ദൃശ്യങ്ങളും പോലീസിന് കൈമാറി. രണ്ടാമത്തെ കേസിലും ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് സൗത്ത് CI KP ടോംസൺ ന്യൂസ് 18നോട് പറഞ്ഞു. വണ്ടി നമ്പർ എടുത്തോളി. ആലപ്പുഴ ആലപ്പുഴ കണ്ടോളി 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 കണ്ടോളി. വണ്ടിയിലാ കുത്തിക്കാൻ നോക്കുന്നേ, വണ്ടിയിലാ കുത്തിക്കാൻ നോക്കുന്നേ, വണ്ടിയിലാ കുത്തിക്കാൻ നോക്കുന്നേ. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയും ലോറി ഡ്രൈവറുമായ ഹനീഫയാണ് അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശാനുസരണം ആലപ്പുഴയിലെത്തി സംഭവങ്ങൾ വിവരിച്ചത്. തന്നെ പ്രതികളായ ശരത്തും വിവേകും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമായിരുന്നു ഹനീഫയുടെ പരാതി. സംഭവം നടന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പള്ളാത്തുരുത്തി ഭാഗത്തെത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹനീഫ കാര്യങ്ങൾ വിശദീകരിച്ചു. കഴിഞ്ഞ മാർച്ച് 30 പുലർച്ചെ 4:54 പാതിരപ്പള്ളിയിലേതിന് സമാനമായി കക്കൂസ് മാലിന്യം തള്ളുന്നത് ചോദ്യം ചെയ്ത ഹനീഫയെയും പ്രതികളായ ശരത്തും വിവേകും ടാങ്കർ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. നെല്ല് സംഭരണത്തിന്റെ ഭാഗമായി ലോറിയുമായി ആലപ്പുഴയിലെത്തിയതായിരുന്നു ഹനീഫ. അതേ വണ്ടിയാണ് അത്. ഇതേ സ്ഥലത്തായിരുന്നു ഞാൻ ലോറി നിർത്തിയിട്ടുണ്ടായിരുന്നു. ലോറി നിർത്തി ഞാൻ നോമ്പ് കാലാണ്. അപ്പോൾ നോമ്പിന് അത്താഴത്തിന് വേണ്ടിയാണ് എണീക്കുന്ന ഒരു പതിവുണ്ട്. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഭാഗത്ത് വെച്ചിട്ടാണ് അവർ റോഡിന്റെ ഇടത് ഭാഗത്ത് വെച്ചിട്ടാണ് അവരെ വേസ്റ്റ് തട്ടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുക. അവർ വന്നുകൊണ്ട് എന്ത് ചെയ്തു, നീയാണോ ഞങ്ങളെ ഫോട്ടോ എടുത്ത്, അങ്ങനെ ഒരുപാട് തെറി പറഞ്ഞു. അങ്ങനെ വണ്ടി അടിച്ച് ഇവിടെ വെച്ചിട്ടാണ് ആ വണ്ടി ആ ദൃശ്യത്തിൽ കാണുന്ന പോലെ, ആ വീഡിയോയിൽ കാണുന്ന പോലെ ഇവിടെ വെച്ചിട്ട് തന്നെ റിവേഴ്സ് ഇട്ടാണ്ട് കൊല്ലാൻ ശ്രമിക്കുകയുണ്ട്. എന്തോ ഭാഗ്യത്തിന് ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ വധശ്രമ കേസിലും പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സൗത്ത് CI KP ടോംസൺ ന്യൂസ് 18നോട് പറഞ്ഞു. നിലവിൽ ആദ്യ കേസിൽ റിമാൻഡിലാണ് പ്രതികളായ ശരത്തും വിവേകും. പ്രസന്നത്തിന്റെ മാസ്റ്റർ എഴുതി കഴിഞ്ഞിട്ട് ഇദ്ദേഹം എടുത്തിരിക്കുന്ന മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ നമ്മൾ ഈ കേസിലേക്ക് നമ്മൾ എടുക്കും. അത് കോടതിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും. പിന്നെ ഇതിന്റെ റെഗുലറായിട്ടുള്ള അന്വേഷണം, അറസ്റ്റ്, മറ്റു കാര്യങ്ങളിലേക്ക്. കഴിഞ്ഞ തിങ്കളാഴ്ച പാതിരപ്പള്ളി സ്വദേശികളായ അജിത്തിനെയും സോജുവിനെയും പ്രതികൾ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പുറത്തുവരുന്നത്. പാതിരപ്പള്ളി റേഡിയോ സ്റ്റേഷന് സമീപം പുലർച്ചെ ശരത്തും വിവേകും ചേർന്ന് കക്കൂസ് മാലിന്യം തള്ളുന്നത് ഇരുവരും മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണം. യുവാക്കളുടെ ഇരുചക്ര വാഹനത്തിന് പിന്നാലെ 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് പ്രതികൾ ടാങ്കർ ലോറി ഉപയോഗിച്ച് ദേശീയപാതയിൽ സോജുവിനെയും അജിത്തിനെയും ഇടിച്ചു വീഴ്ത്തിയത്. സംഭവം അതീവ ഗൗരവത്തിലെടുത്ത ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. മാലിന്യം തള്ളുന്ന വണ്ടികളും ഇതുമായി ബന്ധപ്പെട്ട സംഘങ്ങളെയും അവരുടെ ക്രിമിനൽ പശ്ചാത്തലവും സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടാണ് പോലീസ് തയ്യാറാക്കുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. സമഗ്രമായൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.